ഇന്നത്തെ വ്ലോഗ് എന്താ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ എണ്ണ കുപ്പികളിലൊക്കെ ഒഴിച്ച് വെക്കുക അല്ലെങ്കിൽ ക്യാനിലൊക്കെ ഒഴിച്ച് വെച്ച ശേഷം എണ്ണക്കീടം താഴെ കിടക്കുന്നത് കാണാം അല്ലേ. എണ്ണ ലാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ആക്കാം എന്നതാണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ബോട്ടിൽ എനിക്ക് കൈയിട്ട് കഴുകാൻ പറ്റിയ ഒരു ബോട്ടിലാണ്. പക്ഷേ എൻ്റെ കയ്യിൽ കന്നാസ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കന്നാസ് എന്ന് പറയും, ക്യാൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് കൈ ഉള്ളിലേക്ക് പോകാതെ കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കിയ ശേഷം ഈ വെള്ളം ഒഴിവാക്കുക. അപ്പോൾ താഴ്ഭാഗമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ എണ്ണക്കീട വീണ്ടും ഒന്നും കൂടെ റൗണ്ട് ചെയ്തിട്ട് കുലുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ പുറത്ത് ഒരു തൊടിയിൽ വയ്ക്കാൻ പോവാണ്. ഇനിയാണ് ടിപ്സ് വരുന്നത്. നമ്മൾ കുറച്ച് കല്ലെടുക്കുക. കല്ലെന്ന് പറയുമ്പോൾ ചെറിയ കല്ലുകൾ, ഏറ്റവും ചെറിയ പൊടിയായിട്ടുള്ള ചെറിയ കുഞ്ഞു കല്ലുകൾ കിട്ടുകയാണെങ്കിൽ അതായിരുന്നു ബെസ്റ്റ്. തലേ ദിവസം മഴ പെയ്തുകൊണ്ട് അതൊക്കെ മണ്ണിൽ അമർന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കുറച്ച് ഞാൻ ബോട്ടിലിട്ടു. ശേഷം കുറച്ച് ഫെയറി ഒരു സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് വാട്ടറും കൂടെ ചേർത്തിട്ട് ഇതാ നന്നായിട്ട് വീണ്ടും കുലുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ കണ്ടോളൂ, നമ്മളുടെ ഈ ബോട്ടിൽ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്, ക്ലീൻ ആയിട്ട് വന്നിട്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതും പുറത്ത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി ഒന്നും കൂടെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുലുക്കിയിട്ട് അത് ഒഴിവാക്കുക. ലിഡിൻ്റെ ഭാഗത്ത് പുറത്ത് കാണുന്നതും കൂടെ ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്ല് ഇടുന്ന സമയത്ത്, ചെറിയ കല്ല് അതാണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്, ബോട്ടിൽ ഈ വര വീകാൻ ചാൻസ് ഉണ്ട്. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഈ കന്നാസ് വൈറ്റ് കളറിലുള്ള കട്ടിയുള്ളതൊക്കെ ആകുമ്പോൾ അതിലങ്ങനെ കാണുന്നില്ല, പ്രശ്നമൊന്നുമില്ല, നല്ല ക്ലീനായി കിട്ടും. ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കുക. ഇനി എണ്ണ ആയിക്കോട്ടെ, സൺഫ്ലവർ ആയിക്കോട്ടെ, പാം ഓയിൽ ആയിക്കോട്ടെ, ഏതുവിധ ഓയിൽ ടച്ച് വരുന്ന ബോട്ടിലായാലും ക്യാനായാലും ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി ഈ ഒരു ടിപ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെ ക്ലിയറായി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും കഴുകേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ആട്ടിയ ഉടനെ കൊണ്ടുവന്ന വെളിച്ചെണ്ണ ചെമ്പിലോ ഒക്കെ ഒഴിച്ച ശേഷം ഒരു 5 ദിവസമോ 7 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം ഊറിയ എണ്ണ മാത്രം ക്യാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് സൂക്ഷിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.